ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്ഡേറ്റ് BS നഴ്സിംഗ് 2024 അഡ്മിഷൻസിനെ കുറിച്ച് സംശയങ്ങൾ ചോദിച്ചതിനെ ആസ്പദമാക്കിയിട്ടാണ്. പ്രത്യേകമായിട്ട് BS നഴ്സിംഗ് അഡ്മിഷൻസിൻ്റെ അനുബന്ധമായിട്ട് നമ്മുടെ INC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയുണ്ടായി. അപ്പോൾ നഴ്സിംഗ് കൗൺസിൽ, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ് കൂടുതലായി നമ്മുടെ നഴ്സിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ റൂൾ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ INC ഒരു കണക്കിൽ വരുന്ന വർഷം BS നഴ്സിംഗിൻ്റെ അഡ്മിഷൻസ് അല്ലെങ്കിൽ നമുക്ക് എൻട്രൻസ് ബേസിസിലായിരിക്കണം. അത് ജൂണിനുള്ളിൽ എൻട്രൻസ് നടത്തിയിരിക്കണം. ഓഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 30 ക്ലാസ് സ്റ്റാർട്ടാകുന്ന അഡ്മിഷൻ പ്രോസസ് നടക്കണം എന്നുള്ള രീതിയിൽ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന പല കുട്ടികളും എൻട്രൻസ് ഉണ്ടാവുമോ, എപ്പോഴത്തേക്ക് ഉണ്ടാവും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇപ്പോഴും ആവർത്തനമാണ്. അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിലെ കേസിൽ കഴിഞ്ഞ വർഷവുമാണെങ്കിലും എൻട്രൻസ് എക്സാം നടത്തിയിരുന്നു, CET എക്സാം. അപ്പോൾ ഈ മാസം 20 കണക്കിനുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എൻട്രൻസ്, അതായത് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എറൗണ്ട് ഫീസ് ഒരു 2500 വരുന്നുണ്ട്. നിങ്ങൾ ഗവൺമെൻറ് കോട്ടയിലല്ല അപ്ലൈ ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റ് ബേസിസിലാണ്. അപ്പോൾ CET നിർബന്ധമായിട്ട് അപ്ലൈ, നമുക്ക് കേരളം കഴിഞ്ഞ സെക്കൻഡ് ഓപ്ഷനായിട്ട് ഏറ്റവും കൂടുതൽ കോളേജസിൻ്റെ എണ്ണം കർണാടക സൈഡാണ്. പക്ഷേ ആവർത്തിക്കുന്നു, ഇപ്പോഴും റീസെൻറ്റ് സ്റ്റാർട്ടപ്പ് കോളേജസ് നോക്കാതെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജസ് തന്നെ പ്രിഫർ ചെയ്യുക. പ്ലസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച്. അപ്പോൾ എപ്പോഴും കോളേജിന് ഇൻഫ്രാസ്ട്രക്ചർ നോക്കി ഒരിക്കലും അഡ്മിഷൻസ് എടുക്കരുത്. കാര്യം ഒന്ന് ലോണിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. അറ്റ് ദ സെയിം ടൈം INC റെഗുലേഷൻസ് ഇല്ലാത്ത കോളേജസ് ആണ് നിങ്ങൾക്ക് ലോൺ കിട്ടാൻ ഒത്തിരി പ്രയാസം ഉണ്ടാവും. അതുമാത്രമല്ല നാളെ കേരളത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോലും കൗൺസിൽ രജിസ്ട്രേഷൻസിനൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൗൺസിൽ രജിസ്ട്രേഷൻ അപ്ഡേഷനൊക്കെ ഉള്ള കോളേജസ് തന്നെ പ്രിഫർ ചെയ്യുക. അടുത്ത പ്രധാനമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ കോളേജസ് നിങ്ങൾ ഓൾറെഡി ഇവിടെ പഠിക്കണം, അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, കാരണം ഒത്തിരി അധികം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. പരസ്യം കണ്ടിട്ടല്ല, കോളേജിനെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചിട്ട് വേണം ഇപ്പോൾ അഡ്മിഷൻസ് സോർട്ട് ചെയ്ത് നോക്കാൻ. നെക്സ്റ്റ് ഇപ്പോൾ കർണാടക, ഇപ്പോൾ കേരള കഴിഞ്ഞ നെക്സ്റ്റ് ഓപ്ഷൻ കർണാടക. അതുപോലെ തന്നെ തമിഴ്നാടും കേരളയും സോഫ്റ്റ്വെയർ എൻട്രൻസിൻ്റെ ബേസിസിൽ ഒരു ഡിക്ലറേഷൻ സൈഡ് ബൈ വന്നിട്ടില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും എൻട്രൻസ് എക്സാം നടത്തിയെങ്കിൽ നമുക്ക് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻസോ ഗൈഡ് ലൈൻസ് ഓഫർ വന്നിട്ടില്ല. എന്തെങ്കിലും വന്നിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പം നിലവിൽ കർണാടകയുടെ എൻട്രൻസും ആസ് വെൽ ആസ് നിങ്ങൾ നമുക്ക് പിന്നീട് ഓപ്ഷൻസ് ആയിട്ട് ഫീസ് കുറവ്, അത്യാവശ്യം എല്ലാ രീതിയിലും അഫോർഡബിൾ ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ്, എസ്പെഷ്യലി ഇൻ ആന്ധ്ര സൈഡ്. അപ്പോൾ ഗേൾസ് ഓൺലി മെഡിക്കൽ കോളേജസ് ഒക്കെ ഒത്തിരി ഉണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി ഉണ്ട്. ആന്ധ്രയിലും കടലോളം കോളേജസ് ഉണ്ട്, കുറേ ചെറിയ കോളേജസ് ഉണ്ട്. അവിടെ നിന്ന് പോയി കഴിച്ചാൽ നമുക്ക് പ്രാക്ടിക്കൽ സൈഡ് വീക്കാണ്. ഒത്തിരി കുട്ടികൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള മെഡിക്കൽ കോളേജസ് ഒക്കെ നോക്കുമ്പോഴും അതിൻ്റെ INC റെഗുലേഷൻസ് നോക്കണം. അറ്റ് ദ സെയിം ടൈം അവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നീറ്റിൻ്റെ കഴിഞ്ഞ വർഷമൊക്കെ നീറ്റിൻ്റെ മാനദണ്ഡം നീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നോക്കുന്നുണ്ട് അവർ. അപ്പം തീർച്ചയായിട്ടും തെലങ്കാനയൊക്കെ ഒരു തേർഡ് ഓപ്ഷനായിട്ട് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെയാണെങ്കിൽ നീറ്റിനോടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻസ്. അപ്പം നീറ്റിനോടൊപ്പമുള്ള പ്രിപ്പറേഷൻസ് നടത്തി കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള നഴ്സിംഗ് കോളേജസിൽ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് അതിൻ്റെ എൻട്രൻസ് ബേസിസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫീസ് ആനുകൂല്യത്തോടെ പഠിക്കാം. അപ്പോൾ കുറേ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, ക്രൈസിസ് ഒക്കെ അനുഭവിക്കുന്ന കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നതിനോട് ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നീറ്റിനെ ആസ്പദമാക്കി നിങ്ങൾ എൻട്രൻസ് ലെവൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഇപ്പം CET ആയിക്കോട്ടെ ആസ് വെൽ ആസ് നമുക്ക് ഓൾ ഇന്ത്യ ലെവലുള്ള കോളേജസിൽ നമുക്ക് അല്ലെങ്കിൽ ജിപ്മർ പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് എടുക്കുക. ഇപ്പം നഴ്സിംഗ് മാത്രമാണ് എയിം ചെയ്യുന്നു. ഇപ്പം എയിംസിങ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സെക്കൻഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കാര്യം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നഴ്സിംഗ് തന്നെ ഫസ്റ്റ് പ്രിഫറൻസ്, വേറെ ഒരു കോഴ്സിനും പോകുന്നില്ലെന്നുള്ള രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ കിട്ടരുതെന്നല്ല നമ്മൾ പറഞ്ഞ കാര്യം. കേരളത്തിലെ ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ കോളേജസിൻ്റെ എണ്ണം വെച്ചിട്ട് 3-4 ഇരട്ടി ആപ്ലിക്കൻസ് വരുന്നുണ്ട് നഴ്സിംഗിന്. അത്ര ഡിമാൻഡബിൾ കോഴ്സാണ്. കേരളത്തിൽ തന്നെ ഞാൻ പറയാം, റീസെൻറ്റ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള കോളേജസും പരിമിതി ഉള്ള കോളേജസും ഉണ്ട്. അതുകൊണ്ട് എല്ലാ കോളേജസും ഒത്തിരി മികവുള്ളതെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം എപ്പോഴും നമ്മൾ അത്യാവശ്യം ഹോസ്പിറ്റൽ പ്രൊവിഷൻസ്, ടീച്ചിങ് സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ സ്കിൽഫുള്ളും അറ്റ് ദ സെയിം ടൈം എക്സാം പാസ്സാകാൻ സാധിക്കുള്ളൂ. അല്ലാതെ കർണാടകയായാലും കേരളത്തിലൊക്കെ ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും INCയുടെ റൂൾ ഔട്ട് വെച്ചിട്ടുള്ള സിലബസ് ഗൈഡ് ലൈൻസ് ആണ്. നല്ല രീതിയിൽ ടീച്ചിങ് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് കയറി വരാനും പ്രയാസമാണ്. ഒത്തിരി സപ്ലീസ് വരാറുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ബീങ് എ ടീച്ചർ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന അത്യാവശ്യം ടീച്ചിങ് സപ്പോർട്ട് ഉള്ള കോളേജസും ഒക്കെ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ബേസിസിലല്ല. നമുക്ക് പല കുട്ടികൾക്കും പല പൊട്ടൻഷ്യലാണ്. നിങ്ങൾ +2 വരെ ബയോളജി സയൻസ് ആണ് എന്ന് വിചാരിച്ച് ഭയങ്കര ഈസി എന്നൊന്നുമില്ല.
അടിസ്ഥാനപരമായിട്ട് ഒരു പുതുമയിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബേസ് നോളജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്ഥാപനം തന്നെ തരും. അതായത് പറഞ്ഞാൽ വളരെ എൻക്വയറി ചെയ്തിട്ട് മാത്രം അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോവുക. എൻട്രൻസ് ബേസിസിലാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ അത് ഇപ്പോൾ കേരളത്തിൻ്റെ അഡ്മിഷൻസ് കഴിഞ്ഞ വർഷമൊക്കെ അലോട്ട്മെൻറ്റ് ബേസിസിലാണ്. അങ്ങനെ തന്നെയാണ് ഈ വർഷം പോകുന്നതെങ്കിൽ നമ്മുടെ ചാനൽ അതിനെ ബേസ് ചെയ്തിട്ട് അപ്ഡേഷൻസ് ഞാൻ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കമൻസിലൊക്കെ ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യാം. നഴ്സിംഗ് ബേസിലുള്ള അപ്ഡേഷൻ ഞാൻ അതിനകത്ത് പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും കഴിഞ്ഞ വർഷമാണെങ്കിലും കേരളം മാത്രം നോക്കും, ലാസ്റ്റ് മിനിറ്റിൽ അവച്ചേരി പോകണം എന്ന സാഹചര്യങ്ങളിൽ വന്ന സമയത്ത് CET എഴുതണമെന്ന് പറഞ്ഞവരോട് അപ്ലൈ ചെയ്യാതെ ലാസ്റ്റ് മിനിറ്റ് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് CET നോക്കുക. അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെയാണ്, ഫീസിൻ്റെ ഇതാണെങ്കിൽ ബയോളജിക്കാർക്ക് ഒത്തിരി അധികം ആനുകൂല്യങ്ങളുണ്ട്. ഗവൺമെൻറ് സോണിൽ നമ്മൾ നഴ്സിംഗ് സ്കൂൾസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കാം നിങ്ങൾ അതാത് ഡിസ്ട്രിക്ട്സിൽ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇത് ഞങ്ങൾ ആഡ് ചെയ്ത് പറയുകയാണ്. ഓരോ വീട്ടിലും ഓരോ സിറ്റുവേഷൻസ് ഒക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് നോക്കിയിട്ട് കോളേജസ് ഓപ്റ്റ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുക. കാര്യം ഗവൺമെൻറ് കോളേജസിൽ കിട്ടുമ്പോൾ മാത്രമേ ഫീസ് ആണെങ്കിലും വരുള്ളൂ. ഏത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോട്ടയിൽ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും മാനേജ്മെൻറ്റ് കോട്ടയിൽ ഏകദേശം ഒരു ഫീസ് സ്ട്രക്ചർ തന്നെ വരും. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യങ്ങളിലും മനസ്സിലാക്കുക. പലരും അതിനെക്കുറിച്ച് അറിയില്ല. എല്ലാവരും വിചാരിച്ചാൽ ഗവൺമെൻറ് കോട്ട വഴി സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിയ ഫീസ് കുറവാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അഡൗൺ ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നഴ്സിംഗ് ബേസിലുള്ള എല്ലാ അപ്ഡേഷനും നമ്മുടെ ചാനൽ വരും. വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയോ മറ്റൊരു എഡ്യൂക്കേഷണൽ അപ്ഡേഷണൽ വീഡിയോ ആയിട്ട് കാണാൻ പറ്റില്ല. താങ്ക് യു.